ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട സബ് കോടതിയിലാണ് കുടുംബം ഹർജി നൽകിയത്. എതിർകക്ഷികളായ PP ദിവ്യയ്ക്കും പ്രശാന്തനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ശ്രീ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിലാൽ, ഹർജിയിലെ ആവശ്യങ്ങൾ എന്താണ്? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്ന വേളയിൽ തന്നെയാണ് പുതിയ ഒരു നിയമപരമായ നീക്കത്തിന് കൂടി കുടുംബം തയ്യാറെടുത്തിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതിയോട് അടുപ്പിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയുമാണ് ഉണ്ടായത്. കൈക്കൂലി ആരോപണവും വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നു. അതിലൊന്ന് സംസ്ഥാന വിജിലൻസിൻ്റെയും മറ്റൊന്ന് ലാൻഡ് റവന്യൂ കമ്മീഷൻ്റേതുമായിരുന്നു. ഈ രണ്ട് അന്വേഷണത്തിലും കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. ഇത് അടക്കമുള്ള റിപ്പോർട്ട് ഹർജിയുടെ ഭാഗമാണ്. മറ്റൊന്ന് ഗൂഢാലോചന, അതോടൊപ്പം തന്നെ അഴിമതി ആരോപണം, ബോധപൂർവം അഴിമതി ആരോപണം നടത്തി എന്നുള്ള വിഷയങ്ങളടക്കം ഇതിൽ വരുന്നുണ്ട്. PP ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിതാവായിരുന്നില്ല. എന്നിട്ടും അവിടേക്ക് എത്തുകയും ബോധപൂർവം ആക്ഷേപം ചൊരിയുകയും ചെയ്തു. മാത്രമല്ല ഇത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വാർത്തയാക്കാനുള്ള ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ ഇത് പക്ഷേ തെളിയിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അഴിമതി വിഷയം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകിയെങ്കിൽ പോലും അത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭ്യമായിട്ടില്ല എന്ന അടക്കമുള്ള വിഷയങ്ങളാണ് ഹർജിയിലൂടെ കുടുംബം ഉന്നയിക്കുന്നത്. 65 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാസം 11-ന് ഹർജി പരിഗണിക്കും. വിവരങ്ങൾ നൽകിയത്.